കെയറോസ് കനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്തൊരു സെൻറ്റ് ബെർണാർഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പപ്പീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഒന്നെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. പപ്പീസ് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ്, അപ്പോൾ അതിനൊന്ന് കാണാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താം. ചേട്ടൻ്റെ മാനും ഉണ്ട്, അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടുത്താം. പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് അനൂപ്. ഞാൻ സ്കൂൾ ടീച്ചറാണ്, ഫിസിക്കൽ ടീച്ചറാണ്. എൻ്റെ പേര് ആഗ്നൽ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഡോഗ്സ് എത്ര വർഷമായിട്ടുണ്ട് നമ്മുടെ അടുത്ത്? ഇതിപ്പോൾ 5 വർഷമായി. 2017 എടുക്കണം. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ആളെങ്ങനെയുണ്ട് വീട്ടുകാരോടൊക്കെ? വേറെ നിങ്ങളാണ്, വേറെ പ്രശ്നങ്ങളുണ്ട്. ഗാർഡിങ് ഡോഗ് ആണോ? ശരി. ആളിപ്പോൾ ആര് വന്നാലും കുറേ കാര്യങ്ങളും ഉണ്ട്. ഗാർഡ് ഡോഗായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണോ അതോ ഡെയിലി ചെയ്യണോ? അത് ഡെയിലി സാധാരണ ചെയ്യാറില്ല. ആഴ്ചയിൽ വല്ലപ്പോഴും. അത് കൂടുതൽ ഡ്രൈ ആയി കിടക്കാൻ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. അതിന് കൂട്ടിൽ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. മോഷണം ഇതൊന്നും കൂട്ടില്ല, ഒക്കെ പുറത്താണ്. അപ്പൊ നീറ്റായിട്ട് കിടന്നു. 2 സമയത്ത് നമ്മൾ അയച്ചു വിടും. അപ്പൊ പോയി ഒക്കെ റെഡി ആയി പോകുന്നുള്ള ആള്. പിന്നെ ഗ്രൂമിങ് കുളിപ്പിക്കലൊക്കെ നമ്മള് 10 ദിവസം കൂടും വേണം. ശരി. അങ്ങനെയൊന്നും ഇല്ല. 10 ദിവസം ഇല്ല. നമുക്കിതിപ്പോ മോശമായത് കാണുമ്പോ കുളിപ്പിക്കും. ആള് പിള്ളേരോടൊക്കെ ആയിട്ട് നല്ല മിങ്കിളാണ്, യാതൊരു പ്രശ്നങ്ങളും. ഇപ്പൊ പപ്പീസ് ആയിട്ട് എത്ര ദിവസമായി ശരിക്കും? ഇതിപ്പോ 4ാമത്തെ ലിറ്ററാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പപ്പീസൊക്കെ ഇപ്പൊ 5 പപ്പീസ് ഉണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു മാസമായി. ഇത് മെയിലും ഫീമെയിലൊക്കെ എത്ര ഉണ്ട്? മെയില് 3 എണ്ണം, ഫീമെയില് 2 എണ്ണം. ബുക്കിംഗ് ആയിട്ടുണ്ടോ? അതെയോ? പറഞ്ഞോ. ബുക്കിംഗ് ആയിട്ടുണ്ട്. പറഞ്ഞു. അപ്പൊ നമുക്ക് പപ്പീസിന് ആവശ്യക്കാർക്ക് വിളിച്ചാൽ കൊടുക്കാൻ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഇവർക്ക് ഫുഡ് ഒക്കെ എങ്ങനെയാ? 2 നേരമാണോ? അതെ നമ്മള് അല്ല, ഞാനിപ്പോ ഒരു നേരം കൊടുക്കും. ഒരു നേരം കാലത്ത് കൊടുക്കും, ഫുള്ളായിട്ട് കൊടുക്കും. പപ്പീസിന് എന്തിട്ടാ ഇപ്പൊ നമുക്ക് ഫുഡ് കൊടുക്കണം ശരിക്കും? ഫുഡ് ഇപ്പൊ ഞാൻ ചെറുതായിട്ട് റോയൽ കാനൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡിവാമിംഗ് ഒക്കെ 5 ദിവസം കഴിഞ്ഞു. അതൊക്കെ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ചെയ്തു. ഇവിടെ സർട്ടിഫിക്കറ്റ് നെയിമൊക്കെ എന്നാ? സ്വീറ്റിന്നാണ്. ഞാൻ ഇതിനെ ചാലക്കുടിന്നാണ് എടുത്തത്. സർട്ടിഫൈഡ് ആണ്. ഇപ്പൊ ക്രോസ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂര് സാമിയുടെ ഒരു മെയിലാണ്. അതും ഇച്ചിരി ഫേമസ് ആയ മെയിലാണ്. പപ്പീസ് നല്ല കണ്ടീഷൻ, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ബെർണാർഡിന്റെ പപ്പീസ്. അടിപൊളി പപ്പീസാണ്. 5 എണ്ണം ഉണ്ട്. മെയിൽ എത്ര എണ്ണം ഉണ്ട്? ഇത് മെയില് 3 എണ്ണവും 2 ഫീമെയിലാണ്. ഇതിപ്പോ എത്ര ദിവസമായി? ഒരു മാസം. ഇത് ഒരു മാസം കഴിഞ്ഞു. ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞു പോയി. ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. എന്താണ് കഴിഞ്ഞ? ഇവരുടെ ഫുഡ് ഇപ്പൊ എത്ര നേരം ഫുഡ് ഉണ്ട് ഇവർക്ക്? ഫുഡ് ഇപ്പൊ ഞാൻ 2 നേരമാണ് കൊടുക്കണേ. പിന്നെ മദർ ഫീഡ് ചെയ്ത് അതും കൂടി അഡ്ജസ്റ്റ് ചെയ്തു. അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട് പപ്പീസൊക്കെ. അതൊക്കെ എല്ലാ മൾട്ടിവൈറ്റമിൻ എല്ലാ ഇതും കൊടുക്കുന്നുണ്ട്. പിന്നെ മിൽക്കും ഉണ്ട്. മദർ ഡോഗിന് അത്യാവശ്യം മിൽക്കുണ്ട്. ഇതെങ്ങനെയാ മദർ എങ്ങനെയാ കെയറിംഗ് ഒക്കെ എങ്ങനെയാ പപ്പീസിനെ? നല്ല കെയറിംഗ് ആണ്. നമുക്ക് വലിയ തലവേദനയൊന്നുമില്ല. ഇത് കൂട്ടത്തിലാക്കി പോയാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ നോക്കിക്കോളാം. എല്ലാ ലിറ്ററിലും അങ്ങനെ തന്നെയാണ്? എല്ലാ ലിറ്ററിലും അങ്ങനെ. ഇതിന് മുമ്പൊക്കെ എത്ര പീസൊക്കെ വീഴാറുണ്ട് ഇവർക്ക് ശരിക്കും? കഴിഞ്ഞ പ്രാവശ്യം 8 എണ്ണം ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ പ്രാവശ്യം 7 എണ്ണം. എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മൾട്ടിവിറ്റാമിനൊക്കെ അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. പിന്നെ കോട്ട് കണ്ടീഷനും വേണ്ടിയുള്ള സിറപ്പൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ല കണ്ടീഷനാണ്. അപ്പോൾ പപ്പീസൊക്കെ വേണ്ടവർക്ക് വിളിക്കാം കേട്ടോ. ചേട്ടൻ്റെ നമ്പർ അനൂപ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ കമൻറ്റിലൊക്കെ രേഖപ്പെടുത്തിയാൽ വീഡിയോയുടെ ഇടയ്ക്കും കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പപ്പീസ്. 3 മെയില് 2 ഫീമെയിൽ അല്ലേ?
പപ്പീനെ കൊണ്ടുപോകണവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ചേട്ടൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള ഒരു കാര്യങ്ങൾ കുറച്ച് നമ്മൾ തുടക്കത്തിൽ ഒരു 6 മാസം നമ്മളൊന്ന് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചാൽ അത് ഈ കുറച്ച് മൾട്ടിവൈറ്റമിൻ ഇതിന് കാൽസ്യം കൊടുക്കണം. കാരണം ബ്രീഡ് ആയതുകൊണ്ട് കാൽസ്യം നല്ലോണം കൊടുക്കണ്ട. അതല്ല ഈ കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. കാൽസ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രശ്നം. അങ്ങനെ 6 മാസം നമ്മള് ശരിക്കും തീറ്റ എടുത്ത് തുടങ്ങണ വരെയാണ്. പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വെച്ചിരുന്നാലും പ്രശ്നങ്ങളൊന്നുമില്ല. അത് കൂട് ഡ്രൈ ആയി കിടന്നാൽ മതി. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ശരിക്കും. ഡിവാമിംഗ് ഒക്കെ 15 ദിവസം കൂടുമ്പോഴാണ് ചെയ്യുന്നത് ഇപ്പൊ നിലവില്? കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്ന. പിന്നെ മദറിനെ ഞാൻ ഓരോ മാസത്തില് എല്ലാ മാസവും. പിന്നെ ചിക്കനൊക്കെ നമ്മൾ എന്തോരം പ്രായമാക്കി നമ്മൾ കൊടുത്തു തുടങ്ങണം ശരിക്കും പൊടിച്ചിട്ട് കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കൊടുക്കാം. ഞാനിപ്പോ ഈ നമ്മുടെ കരള് ശകലം പൊടിച്ചിട്ടൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ചിക്കനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നല്ല അടിപൊളി കളറുകളാണ്. അപ്പൊ അത്യാവശ്യം വേണ്ടവര് വിളിച്ചോ, അനുപേരനെ വിളിക്കാവുന്നതാണ്. അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ പുള്ളി പറയും. അപ്പൊ നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ചിട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ച് ആവശ്യക്കാർക്കൊക്കെ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാം. നമ്മൾ വിളിക്കാൻ സമയം വിളിക്കാം, കുഴപ്പമില്ല, പ്രശ്നമുള്ളൂ. അപ്പോൾ അത്യാവശ്യം സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. ഞാൻ നമ്പറൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ പപ്പീസിനെ വല്ലവരും നോക്കണവരുണ്ടെങ്കിൽ വരാട്ടോ, വന്ന് നോക്കിയെടുക്കാം. ഡെലിവറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യണത്? ഡെലിവറി എത്തിക്കാം. അതെങ്ങനെയാന്ന് വെച്ചാല് പിന്നെ അപ്പോൾ ബെർണാഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ബൈ.